നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഹോട്ടലിലും ചെറിയ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 1.5 കപ്പ് ഗ്രീൻ പീസ് തലേന്ന് രാത്രിയിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു 3 മുതൽ 4 സ്പൂൺ തേങ്ങ തിരുമിയതാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചതും ചേർത്ത് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു വറ്റൽമുളക് മുറിച്ചിട്ടതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ കറി ഒത്തിരി ചുമന്ന കളറിലല്ല ഇരിക്കുന്നത്, അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയത്. ഇനി എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുമ്പം ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരാൻ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി വിടാം. ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് അധികം വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും ഈ കറി, അതുകൊണ്ട് ചാറ് കുറച്ചധികം വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെച്ച് വേണം തിളപ്പിക്കാനായിട്ട്. ഏറ്റവും ഒടുവിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ഈ കറി ഒന്ന് കൂട്ടി നോക്കണം. നല്ല അപാര ടേസ്റ്റ് ആയിരിക്കും. ഈ ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ ഈ പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും കൂടെ കഴിക്കുമല്ലോ, അതേ ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം.